എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും പഴവുമാണ്. അപ്പോൾ പാളയംകുടം പഴവും ചിരട്ട പുട്ടുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്കിനി ഉച്ചയൂണ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം അടുപ്പത്തിട്ടതാണ്. ഇനിയിപ്പോൾ വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് അരി എടുക്കണം. അപ്പോൾ ഞാൻ അരി അടുപ്പത്തിടാനായിട്ട് വേറ്റി എടുക്കണേ. പിന്നെ നമുക്കിന്ന് കറി വയ്ക്കാനായിട്ട് ഇന്നും പച്ചക്കറിയൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിന്നൊരു തക്കാളി മുളക് കറി വയ്ക്കാൻ വേണേ. പിന്നെ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടണം. പിന്നെ തൈര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ ഞാൻ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് അടുപ്പത്തിടാം. അപ്പോൾ കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇത് അരി ഇട്ടിട്ട് തിളച്ച ഉടനെ ഞാനത് റൈസ് കുക്കറിലേക്ക് മാറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കണമല്ലോ. കാര്യം ഒരുപാട് വേവുള്ള അരിയാണ്, നമുക്ക് ഗ്യാസിലിട്ടൊന്നും വേവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റും. നമുക്ക് ഈ അടുക്കളയിൽ അടപ്പ് പാതകമൊന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്വന്തം വീടല്ല, അത് വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിളച്ച് വന്നിട്ട് വേണം റൈസ് കുക്കറിലേക്ക് മാറ്റാനായിട്ട്. പിന്നെ നമുക്ക് കറികൾ ഓരോന്നായിട്ട് വെച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടുക്കളപ്പണി മാത്രമല്ല കേട്ടോ, ഇതിനിടയ്ക്ക് പുറത്തും പണികളൊക്കെ ഉണ്ട്. പിന്നെ തുണികളൊക്കെ കഴുകാനൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇനി അതൊന്ന് കഴിയാറാകുമ്പോഴത്തേക്ക് അതൊന്ന് വിരിക്കാനൊക്കെ പോകണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ കറികളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി കുക്കുംബറും ക്യാരറ്റും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുക്കുംബർ എടുത്തില്ല, ക്യാരറ്റ് എടുത്ത്. ഞാൻ ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുന്ന കൂടാതെ കൊണ്ട് പച്ചയ്ക്ക് ഇങ്ങനെ പീസാക്കി ഇട്ടിട്ട് റൗണ്ടിൽ പീസാക്കി ഇട്ടിട്ടെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ ഇതേ തൈരാണ് കേട്ടോ ഞാൻ എടുത്ത് കാണിച്ചത്. പിന്നെ ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് പച്ചയ്ക്കാണ് കൂടുതലും കഴിക്കേണ്ടത്. നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച കിട്ടാനൊക്കെ നല്ല ഒരു വെജിറ്റബിൾസ് ആണ് കേട്ടോ ക്യാരറ്റ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ആ തൈര് ആദ്യം റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുക്കാൻ വേണേ. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളി ചതച്ച് മാറ്റിയിട്ട് പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ അതിലേക്ക്, എരിവ് അധികം ഇല്ല, അതുകൊണ്ടൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചതയ്ക്കുമ്പോൾ കണ്ണിൽ തെറിച്ച് വീഴും. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് അകന്ന് നിന്നിട്ടാണ് ഞാൻ പച്ചമുളക് ചതച്ചെടുത്തത്. ആദ്യം ഒരു പ്രാവശ്യം ചതച്ച സമയത്ത് ഇതുപോലെ തെറിച്ച് എൻ്റെ കണ്ണിൽ വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അകന്ന് നിന്നിട്ട് ചതച്ചെടുത്തത്. അപ്പോൾ ഇനിയും തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒരു മുളക് കറി പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണേ. ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തക്കാളിയും സവോളയും കൂടെ വേവിച്ചിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് പിന്നെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വറ പൊട്ടിച്ചാണെങ്കിൽ ഒഴിക്കാം അതിലേക്ക്. അത് നല്ലൊരു ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ തൈര് റെഡിയാക്കി വെച്ചു. പിന്നെ ഇനി നമുക്ക് വെണ്ടയ്ക്കയാണ് കേട്ടോ മെഴുക്ക് പുരട്ടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറികളെല്ലാം സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് കഴിയും. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുമൊക്കെ ഇടയ്ക്ക് പോയി ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടല്ലോ. വീടാകുമ്പോൾ എന്തെല്ലാം പണികളാണല്ലോ. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണികളുണ്ട്. അത് ചെയ്താലും തീരാത്ത പണികളുമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ പാല് വാങ്ങുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഉറ വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട തൈരായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ മോന് ചോറ് കൊണ്ടുപോകുമ്പോഴൊക്കെ ആണെങ്കിലും തൈര് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ തൈരായിട്ടല്ല കേട്ടോ, അത് മോരായിട്ടാണ്, പച്ചമോരായിട്ടാണേ. തേങ്ങ അരച്ചാണെങ്കിൽ നമുക്ക് മോര് കറിയായിട്ട് എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഇന്ന് പച്ചമോരായിട്ട് എടുത്തിരിക്കുന്നത്. അത് ക്യാരറ്റ് ഞാൻ ഒരെണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ. അപ്പോൾ അനുക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പം ക്ലാസ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാനും കൊടുക്കാം. ഞാനും കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഈ കണ്ണിന് ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പത്രമൊക്കെ വായിക്കണമെങ്കിൽ എനിക്ക് ചെറിയ ഇഷ്ടമൊന്നും നന്നായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഗ്ലാസ് വയ്ക്കാറുണ്ട്. അപ്പോൾ കണ്ണിന് കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്യാരറ്റ് കഴിക്കാറുണ്ട്. പിന്നെ പൊന്നാങ്കണ്ണി ചീര തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ.
ഇലക്കറികൾ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോറും ഇറക്കി വയ്ക്കാൻ സമയമാകുന്നുണ്ട്. അപ്പം ഞാൻ ആ ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. മാത്രമല്ല ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരുന്നപ്പം അനുക്കുട്ടി ക്ലാസ്സും കഴിഞ്ഞ് ഹാളിൽ വന്നിരിപ്പുണ്ടേ. അപ്പോൾ അനുക്കുട്ടിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഓർക്കണേ. അങ്ങനെ ഇതേ ക്ലാസ്സും കഴിഞ്ഞ് ഒരാൾ ഇവിടെ സെറ്റ് ചെയ്യാവുന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ ക്യാരറ്റ് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കഴിച്ചത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏതാണ്ട് ഒരു 11-11:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് നല്ല വെയിലാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ഉണക്കിയെടുക്കാം. ഗോതമ്പ് കഴുകാൻ ഇരിപ്പുണ്ടായിരുന്നേ, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു മടി തോന്നി. അത് കാരണം ഞാൻ ഓർത്ത് ഇന്ന് കഴുകണ്ട, 2 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ നാളെയെങ്കിലും ആകാമെന്ന് വിചാരിച്ച്. അപ്പോൾ വാതിക്കലൊക്കെ ആ ചാമ്പ മരത്തിൻ്റെ കമ്പ് വെട്ടിയ കാരണം മുറ്റത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ. ഞാനന്ന് പറഞ്ഞില്ലേ, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാമ്പയിൽ നിറച്ച് പുഴുവാണെന്ന്. അപ്പോൾ ഒരു ചേട്ടനെ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ ആ കമ്പൊക്കെ ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇപ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് മുറ്റത്തൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തക്കാളി ഒരു മുളക് കറി വെക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതും കൂടെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഊണിനുള്ള കറികളൊക്കെ ആയി. പിന്നെ നമുക്ക് തുണികളൊക്കെ വിരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അടച്ചിട്ടിരിക്കണേ. സ്റ്റാൻഡിലാണ്, ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചില്ലേ, ഓൺലൈൻ വാങ്ങിച്ച സ്റ്റാൻഡാണ് കേട്ടോ. ആ സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ അരി അടച്ചിടുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി കറിയും ഒക്കെ മുളക് കറിയാണ്, അതും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോറ് കഴിക്കാനായിട്ട് പിന്നെ ചോറും കറികളും ഒക്കെ എടുത്തു വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് തക്കാളി മുളക് കറി എന്ന് പറഞ്ഞത്. ഞാൻ ചോറിൽ എല്ലാവർക്കും കഴിക്കാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ടതും വിരിക്കാനുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് വിരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയത് മാറ്റിയിട്ട് പിന്നെ നനവുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കണേ. നല്ല കാറ്റും ഉണ്ട്, ടെറസിലാകുമ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഉണങ്ങിക്കിട്ടും. നല്ല വെയിലുമാണ്, ചുട്ടു പൊള്ളുന്ന വെയിലാകട്ടെ, അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ പെട്ടെന്ന് വിരിച്ചും പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അഴ ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വലിച്ചു കെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണ്ടതെന്ന് ഓർത്തിട്ട് പിന്നെ ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് നനവുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ അനിക്കുട്ടിക്ക് പിന്നെ പോയി പഠിക്കേണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് ക്ലാസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ 6 മാസത്തെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും. അപ്പോൾ ആ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോൾക്ക് പോയി തന്നെ പഠിക്കണം. അതും 6 മാസത്തെ കോഴ്സ് തന്നെയാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഊണ് കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നാണ് കഴിച്ചത്. പിന്നെ മോനും ഇവിടെ ഇല്ല. മോനും ഒരു ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഒന്ന് ട്രിപ്പ് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് മോൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മോൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഒന്ന് നോക്കിയപ്പോഴത്തേക്കേ നല്ല വെയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ വാതിക്ക നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ ഇത്. ഇതിന് നമ്മളിവിടെ പറയുന്നത് കോളാമ്പി പൂ എന്ന് പറയും കേട്ടോ. മഞ്ഞ കളറിലുള്ള പൂവാണ്. അത്തയിടുന്ന സമയത്തൊക്കെ നമ്മൾ 1-ാം ദിവസവും 2-ാം ദിവസമൊക്കെ ഇങ്ങനെ മഞ്ഞ കളർ വേണമല്ലോ, അങ്ങനെ ഈ പൂ പൊട്ടിച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ക്ലോവി മരം ഉള്ളത്. അപ്പോൾ ക്ലോവിക്ക ആകട്ടെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാല് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ പിന്നെ പാല് വാങ്ങിയിട്ട് വന്ന് പിന്നെ മോള് വരാനൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഇട്ട് കൊടുക്കണമല്ലോ.
അങ്ങനെ ദേ മോള് ഓട്ടോയിലാണ് കേട്ടോ വന്നത്. അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ഓട്ടോയിൽ വന്നെങ്കിലും ഓട്ടോ കാശ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തോട്ട് പോയത്. പക്ഷേ മോള് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് അടുക്കളയിൽ വന്ന് ചായയൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ അത്താഴത്തിന് ഇന്ന് വൈകുന്നേരം ചോറല്ല കഞ്ഞിയാണ് കേട്ടോ. ഇന്നിപ്പം മീൻ കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരം കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വൻപയർ രാവിലെ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി എടുത്തിട്ട് കഞ്ഞി ആക്കിയിട്ടാണ് വൈകിട്ട് കഴിക്കുന്നത്. രാത്രി നമ്മൾ കഞ്ഞി കുടിക്കുന്നതൊക്കെ നല്ലത്. വല്ലപ്പോഴും കൂടെയൊക്കെ കുഴപ്പമില്ല. എല്ലാ ദിവസവും ഇതുപോലെ ചോറ് കഴിച്ചിട്ട് കിടക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളിൽ ചപ്പാത്തി കഴിക്കും. അങ്ങനെയൊന്നുമില്ല, എന്താണോ അപ്പം ഉള്ളതെന്ന് വെച്ചാൽ കഴിക്കും. ചപ്പാത്തി കഴിക്കാറുണ്ട്, ചില ദിവസം കഞ്ഞിയും കുടിക്കാറുണ്ട്. കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ രാത്രിയിൽ കഴിച്ചിട്ടൊക്കെ കിടക്കാനായിട്ട്. അപ്പോഴത്തേ ചായ കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വൻപയർ എടുത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് സവോളയും വറ്റൽമുളക് കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത്. അപ്പോൾ സവാള അധികം ഒന്നും വെന്ത് പോകേണ്ട കാര്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് സവാളയ്ക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ ഈ സവോള ഒന്ന് കടിക്കാൻ കിട്ടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ പയർ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അല്പം സവോളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താലും മതി. അങ്ങനെയാണ് ഞാനിവിടെ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ചെറുപയറായാലും വൻപയറായാലും ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. പലരും പല രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോരോ രീതിയിലല്ലേ, പാചകം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചെയ്യാറില്ലേ. അപ്പോൾ ഇത് കൂട്ടി നമുക്ക് കഞ്ഞി കുടിക്കാനും നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തിയും കൂടെ ഉള്ളത് നല്ലതാണ്. കഞ്ഞിയും ചമ്മന്തിയും വൻപയർ മെഴുക്ക് പുരട്ടിയും പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ പപ്പടമൊന്നും ഞാൻ വറുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ചെറിയ അരിയുടെ കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചെറിയ അരി എന്ന് വെച്ചാൽ ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പയറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ചെറിയ അരി തന്നെ വേണം. വലിയ അരിയുടെ കഞ്ഞിയാകുമ്പോഴത്തേക്ക് കഴിക്കാൻ വലിയ സുഖമില്ല, ഉണ്ടാകത്തില്ല. അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഈ അരിയിട്ട് നമ്മൾ കഞ്ഞിയാക്കി എടുത്തത്. അപ്പോൾ ഇതേ നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി ചമ്മന്തി എല്ലാം കൂട്ടിയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ടാക്കിയേക്കണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.